നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയവും വെബ്സോൾ എനർജി സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചുള്ള ഒരു അപഗ്രഥനമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് എന്നെ നമ്മുടെ ഫണ്ട് 360 കമ്മ്യൂണിറ്റിയുള്ള ഒരാൾ ഓഫീസിലേക്കൊക്കെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ വ്യക്തിപരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം മറ്റാരിൽ നിന്നോ ലഭിച്ച ഒരു നിർദ്ദേശം അനുസരിച്ച് ഈ വെബ്സോൾ എനർജി സിസ്റ്റത്തിൽ അദ്ദേഹം നിക്ഷേപിച്ചു. അപ്പോൾ നിക്ഷേപിച്ചതിന് ശേഷം ഇതിന്റെ വില മുകളിലേക്ക് പോയി, മോശമില്ലാത്തൊരു ലാഭം ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്നൊക്കെ കൂട്ടായിട്ടുള്ള ഒരു നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ഇത് വീണ്ടും ഒരു മൾട്ടി ബാഗറായി മുകളിലേക്ക് പോകും എന്നുള്ള ഒരു നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം അത് ഹോൾഡ് ചെയ്തു. അത് ഏകദേശം 50%-60% ലാഭത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്തിൽ നിന്ന് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോക്ക് തുടർച്ചയായിട്ട് താഴോട്ട് വരാൻ തുടങ്ങി. അതായത് നമ്മുടെ ഒരു അഡ്ജസ്റ്റഡ് പ്രൈസിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 180 രൂപ, അത് അഡ്ജസ്റ്റഡ് പ്രൈസ് ആണ്. അതിനുശേഷം അത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു, 1.10 അപ്പോൾ എന്തായാലും അഡ്ജസ്റ്റഡ് പ്രൈസ് ആയിട്ടുള്ള 180 രൂപയിൽ നിന്നും നേരെ പകുതിയായി മാറി ഇന്ന് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പൊസിഷൻ സൈസിങ് കാര്യമായിട്ട് നടത്തിയിരുന്നില്ല എന്നാണ്. അതായത് ഏകദേശം 90% അദ്ദേഹത്തിന്റെ മൊത്തം ക്യാപിറ്റലും ഈ ഒരു ഒറ്റ സ്റ്റോക്കിൽ തന്നെയായിരുന്നു. കൂടാതെ വലിയൊരു ക്യാപിറ്റൽ ഏകദേശം 2-3 കോടി രൂപയോളം ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ലാഭം വന്നപ്പോൾ വലിയൊരു ലാഭമായിരുന്നു. പക്ഷെ അതേസമയം ഇപ്പോൾ വലിയൊരു നഷ്ടത്തിൽ നിൽക്കുന്നു. അദ്ദേഹം വളരെ ദുഃഖിതനാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്നോട് വിവരിക്കുമ്പോൾ സത്യത്തിൽ ഈ വെബ്സോൾ എന്ന് പറയുന്ന ഒരു കമ്പനി എൻ്റെ ഒരു റൈഡാറിലോ അല്ലെങ്കിൽ നമ്മളാരും ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തെ അന്ന് പറഞ്ഞിരുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് ഒരു പൊസിഷൻ സൈസിങ് കറക്റ്റ് ആക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10-15 സ്റ്റോക്സ് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കുക. പൊസിഷൻ സൈസിങ് കറക്റ്റ് ആക്കിയിട്ട് ഒരു പരിധി വരെ സ്റ്റോക്ക് ഏതോ ആകട്ടെ കൈ ഹോൾഡ് ചെയ്യുന്നത് ഒരു പരിധി വരെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ രക്ഷിക്കാൻ അത് സഹായകരമാവും. പക്ഷെ എന്തുകൊണ്ടും അദ്ദേഹം അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല എന്ന് തോന്നുന്നു. പക്ഷെ 2-3 മാസം മുമ്പുള്ള വിലയിൽ നിന്നും ഈ സ്റ്റോക്ക് ഏകദേശം 50%-ഓളം ഇടിഞ്ഞ് താഴെ വന്നു എന്നുള്ളതാണ് സത്യം. ഈ ഒരു വീഡിയോ പ്രധാനമായും ചെയ്യാനുള്ള ഒരു ചേതോവികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ആദ്യത്തെ തവണയും രണ്ടാമത്തെ തവണ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ചപ്പോഴും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സ്റ്റോക്ക് ഫണ്ടമെന്റലി വളരെ ഫിറ്റാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് തുടർച്ചയായി താഴേക്ക് വരുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സ്റ്റോക്കിൽ വളരെയധികം വിശ്വാസമുണ്ട്. പക്ഷെ അതിനുശേഷം എനിക്ക് കാര്യമായിട്ട് സമയം കിട്ടിയില്ല. ഇന്നാണ് ഞാൻ അതൊന്ന് എടുത്തു നോക്കാമെന്ന് കരുതിയത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ പലതും ശരിയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. ഫണ്ടമെന്റലി ഈ സ്റ്റോക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ നമ്പേഴ്സ് കൂടി ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ, മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 4200 കോടി രൂപയുടെ അടുത്തുണ്ട്. ഇപ്പോൾ ഏകദേശം 95 രൂപയോളമാണ്. ബുക്ക് വാല്യൂവിൻ്റെ ഏകദേശം 10 ഇരട്ടി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. PE 20 ആണ്. അപ്പോൾ ഇൻഡസ്ട്രി PEയേക്കാളും വലിയ മോശമായിട്ടൊന്നും നമുക്ക് പറയാനില്ല. ROE ROC ഒക്കെ വളരെ സ്വപ്നതുല്യമാണ്. 60%-വും 80%-വുമാണ്. കറണ്ട് റേഷ്യോ 1.29, PEG 0.13, പ്രൈസ് ടു സെയിൽസ് ഏകദേശം 6ന്റെ അടുത്ത്, പ്രൈസ് ടു ക്യാഷ് ഫ്ലോ 25. ഇത്തരത്തിൽപ്പെട്ട കമ്പനിയെ കുറിച്ച് കാര്യമായിട്ട് ഒരു കുറ്റങ്ങളും കാര്യമായിട്ട് പറയാനില്ല. അതേപോലെ തന്നെ സെയിൽസോ അല്ലെങ്കിൽ P&L ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ക്രമാനുഗതമായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിയും. ഒരു കുറ്റവും പറയാനില്ല. ഇനി എന്തെങ്കിലും കുറ്റം പറയണമെങ്കിൽ ആകെയുള്ളത് പ്രൊമോട്ടർ ഹോൾഡിങ്ങിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. കാരണം പ്രൊമോട്ടർ ഹോൾഡിംഗ് 27%-ഓളം മാത്രമേ ഉള്ളൂ. ഈ 27%-ൽ ഏകദേശം 88%-വും പ്ലഡ്ജ്ഡ് ആണ്. അതും അത്ര സീരിയസ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യാനില്ല എന്നുള്ളതാണ് അവസ്ഥ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലഡ്ജ് ചെയ്ത് IRDAയ്ക്കാണ്. കാരണം ആന്ധ്രയിലും പാലിപ്പറ്റിലുള്ള പുതിയ ഫെസിലിറ്റീസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാപ്പക്സ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് അത് പ്ലഡ്ജ് ചെയ്തതാണ്. ഇത്രയും കേൾക്കുമ്പോൾ വളരെ നല്ലതായിട്ട് തോന്നും. പക്ഷേ വീണ്ടും ചോദ്യം വളരെ ലളിതമാണ്. എന്തുകൊണ്ട് വില കുറഞ്ഞു പോകുന്നു? എന്തുകൊണ്ട് പ്രധാനപ്പെട്ട പല നിക്ഷേപകരും ഇതിലേക്ക് വരാൻ വേണ്ടി മടിക്കുന്നു എന്നുള്ളത്? അതിന് യഥാർത്ഥത്തിൽ ഉത്തരം വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറൻസിക് ഓഡിറ്റ് പോലെ ഒന്ന് നടത്തി നോക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ. അവയിൽ ചിലതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, മാനേജ്മെന്റ് പലപ്പോഴും ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ തിരിച്ചടി നേരിടും എന്നുള്ളതിന് അടുത്ത കാലത്തായിട്ട് കുറേ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. അത് കെയ്ൻസ് ആകട്ടെ, PGL ആകട്ടെ, അല്ലെങ്കിൽ ജെൻസോൾ ആകട്ടെ, ഇവയെല്ലാം. ഇവിടെയും ആദ്യത്തെ കാരണം ഒരു പരിധിവരെ ഇത് തന്നെയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, കമ്പനി എപ്പോഴും പ്രൊജക്ട് ചെയ്ത് കാണിച്ചതെന്ന് വെച്ചാൽ YoY നമുക്ക് ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ കാര്യമായിട്ട് പ്രൊജക്ട് ചെയ്തുമില്ല. പക്ഷേ ക്വാർട്ടർ ടു ക്വാർട്ടർ, ജൂൺ ടു സെപ്റ്റംബർ ക്വാർട്ടർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, റവന്യൂ ഏകദേശം 23%-ന്റെ അടുത്തുള്ള ഒരു ഡ്രോപ്പാണ്. ഇതിന് മാനേജ്മെന്റ് കമന്ററി പറയുന്നത് ഒരു 8 ദിവസത്തെ
പ്രൊഡക്ഷൻ ഷട്ട് ഡൗൺ ആണ് പറയുന്നത്. അതായത് 90 ദിവസത്തിൽ 8 ദിവസത്തെ പ്രൊഡക്ഷൻ ഷട്ട് ഡൗൺ ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സിമ്പിൾ മാത്തമാറ്റിക്സ് കണക്ക് കൂട്ടുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 8 മുതൽ 9% വരെയുള്ള ഒരു റവന്യൂ ഡ്രോപ്പ് മാത്രമേ കാണാൻ പാടുകയുള്ളൂ. പക്ഷേ 23% റവന്യൂ ഡ്രോപ്പ് ഉണ്ടായി. അപ്പോൾ ഏകദേശം ഈ 15% റവന്യൂ ഡ്രോപ്പ് എവിടെ നിന്ന് വന്നു എന്നുള്ളതിന് മാനേജ്മെന്റ് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് നിഷ്കളങ്കമായിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇത് ഒരു ഡിമാൻഡ് സ്ലോ ഡൗൺ കൊണ്ടാകാം, അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ഇൻഎഫിഷ്യൻസി കൊണ്ടാകാം, അല്ലെങ്കിൽ ഇൻവെന്ററി ഓൾറെഡി മുമ്പത്തെ ക്വാർട്ടർ ഉണ്ടായിരുന്ന ഇൻവെന്ററി പൈലപ്പ് ചെയ്തിട്ട് അത് കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാകാം. എന്തായാലും ഇത്തരം കാര്യങ്ങൾ സമ്മതിച്ചു തരാനുള്ള മാനേജ്മെന്റിന്റെ വിമുഖത പലപ്പോഴും പ്രത്യേകിച്ച് വലിയ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സംശയങ്ങൾ ഉളവാക്കും. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അത് അപ്രിയ സത്യങ്ങളാണെങ്കിൽ പോലും താൽക്കാലികമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് മാത്രമേ ഷെയർ പ്രൈസ് ഉണ്ടാക്കൂ എന്നുള്ള സത്യം എന്നാണ് ഇവരെല്ലാം മനസ്സിലാക്കുന്നതെന്ന് നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം കുറച്ച് നെഗറ്റീവായിട്ടുള്ളത് അഥവാ വില താഴേക്ക് വലിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്സിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ പ്രോഫിറ്റിന് മാത്രമുള്ള ക്യാഷ് എവിടെ? പ്രോഫിറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ, അതായത് ക്യാഷ് പൈപ്പ് ലൈനിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ക്യാഷ് ബുക്കിലില്ല. ഇത് നമ്മൾ ഇതിനു മുമ്പ് പല കമ്പനികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രതിഭാസം വിൽപ്പന നടക്കുന്നുണ്ട്, പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്, പക്ഷെ ബുക്സിൽ ക്യാഷ് ഇല്ല. സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ വെറും പ്രോഫിറ്റും റവന്യൂവും സെയിൽസും മാത്രം കണ്ടാൽ പോരാ, ആത്യന്തികമായിട്ട് ക്യാഷ് വേണം. ക്യാഷ് ഈസ് കിങ്. അതില്ല എന്നുള്ളത് പലർക്കും സംശയങ്ങൾ ഉളവാക്കും. മറ്റൊന്നുള്ളത് വെബ്സോളിന്റെ വളരെ നല്ലതെന്ന് നമ്മൾ കരുതുന്ന ഒരു മാർജിൻസ് ആണ്. ഏകദേശം 50% അടുത്ത് മാർജിൻസ് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഈ 50% അടുത്തുള്ള മാർജിൻസ് എങ്ങനെ ഉണ്ടാക്കുന്നു, അഥവാ അത് സസ്റ്റൈനബിൾ ആണോ എന്നുള്ളതിനെ കുറിച്ച് വളരെയധികം സംശയങ്ങൾ ഒരു ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് റിന്യൂവബിൾ ഇൻഡസ്ട്രിയിൽ അത് നിലനിൽക്കും. കാരണം പ്രത്യേകിച്ച് നമുക്കറിയുന്ന പോലെ തന്നെ ചൈനയുടെ ഓവർ സപ്ലൈ നമുക്കറിയാം, ചൈനയുടെ ഇൻവെന്ററി സർപ്ലസ് നമുക്കറിയാം. അപ്പൊ ആ ഒരു രീതിയിൽ ഭാവിയിലേക്ക് ഇത് നിലനിൽക്കുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇവയ്ക്കെല്ലാം അപ്പുറം ഏറ്റവും നെഗറ്റീവായിട്ടുള്ളത്, പ്രധാനമായിട്ടും ആരും കാണാതെ പോകുന്ന ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതാണ്. അതായത് പ്രൊമോട്ടേഴ്സ് നന്മയ്ക്ക് എന്ന് മറ്റുള്ളവർ കരുതുന്ന പ്രൊമോട്ടേഴ്സിന്റെ ഷെയർ പ്ലെഡ്ജിങ്. യഥാർത്ഥത്തിൽ ഈ ഷെയർ പ്ലെഡ്ജിങ്ങിന്റെ പണം എവിടെ പോയി, അഥവാ പ്രൊമോട്ടേഴ്സ് ഈ പറയുന്ന ന്യായങ്ങളൊക്കെ സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്ററെ സംബന്ധിച്ച് വിശ്വസിക്കാൻ ഉതകുമോ ഇല്ലയോ, അതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. വെബ്സോൾ എനർജി ഉയർത്തിക്കാട്ടിയിരുന്ന ഏറ്റവും വലിയ കാര്യം ക്യാപെക്സ് സ്പെൻഡിംഗ് ആണ്. അതായത് പുതുതായിട്ട് പ്ലാന്റ് കമ്മീഷൻ ചെയ്യുന്നു, ഇതോട് കൂടിയിട്ട് പ്രൊഡക്ഷൻ വർദ്ധിക്കുമെന്നുള്ളത് ശരിയാണ്. ഏകദേശം 600 മെഗാവാട്ടിന്റെ പുതിയ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു. അത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ മറ്റോ ആയിരുന്നു. ഇതോടുകൂടി ചേരുമ്പോൾ ഏകദേശം 1.2 ജിഗാവാട്ടിന്റെ കപ്പാസിറ്റിയായി. ആദ്യത്തെ 600-ഉം ഇപ്പോഴത്തെ 600-ഉം കൂടി കൂടിയിട്ട്. പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നം എവിടെയാണ് നിലനിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ പുതിയ പ്ലാന്റ് പ്രവർത്തനക്ഷമമായിരുന്നെങ്കിൽ കൂടിയും കഴിഞ്ഞ ക്വാർട്ടറിലെ റവന്യൂ വെച്ച് നോക്കുമ്പോൾ 23% ഡ്രോപ്പാണ് ഉണ്ടായത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ നടത്തിയത് എന്തുകൊണ്ട് സെയിൽസ് ഡാറ്റയിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം സെയിൽസും ഡിമാൻഡും ഒക്കെ ഡൗൺ ആയതാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് ഒരു ന്യായീകരണമായിട്ടാണ് ഒരു 8 ദിവസത്തെ പ്ലാന്റ് ഇന്റഗ്രേഷന്റെ ഷട്ട് ഡൗണിന്റെ കഥ പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് നമ്മൾ മുൻകൂട്ടി പറഞ്ഞത്. അത് ഏകദേശം 9% മാത്രമേ റവന്യൂ ഡ്രോപ്പ് ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ 23% ഡ്രോപ്പ് ഉണ്ടായി. അപ്പോൾ അതൊരു അത്ര വിശ്വസനീയമായിട്ടുള്ള ഒരു 8 ദിവസത്തെ പ്ലാന്റ് ഷട്ട് ഡൗൺ വിശ്വസനീയമായിട്ടുള്ള ഒരു ന്യായീകരണമായിട്ട് പലർക്കും തോന്നില്ല. അടുത്തായിട്ട് നമുക്ക് ഈ പ്രൊമോട്ടർ ഷെയർ പ്ലെഡ്ജ് ചെയ്തതിനെ കുറിച്ച് നമുക്ക് പറയാം. ഈ പ്രൊമോട്ടർ ഷെയർ പ്ലെഡ്ജ് ചെയ്ത് IREDAയ്ക്കാണ്, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസിക്ക് 152 കോടി രൂപ ലോണിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. കാരണം ഫേസ് 1 ഫേസ് 2 എക്സ്പാൻഷന് വേണ്ടിയിട്ട്. പക്ഷേ ഇതിന്റെ അകത്ത് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്തിന് പ്രൊമോട്ടർ സ്റ്റേക്ക് പ്ലെഡ്ജ് ചെയ്യേണ്ടി വന്നു ഒരു ക്യാപെക്സിനോ അല്ലെങ്കിൽ ഈ എക്സ്പാൻഷൻ പ്ലാനിന് വേണ്ടിയിട്ടോ എന്നുള്ളതാണ്. കാരണം സാധാരണ രീതിയിൽ ഇത്തരത്തിൽ ഒരു ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസിനെ സംബന്ധിച്ച് IREDA പോലത്തെ കമ്പനികളൊക്കെ കൊളാട്രലായിട്ട് ഈടായിട്ട് എടുക്കാറ് കമ്പനികളുടെ പ്ലാന്റും മെഷീനറിയും ഒക്കെയാണ്. പക്ഷെ എന്തുകൊണ്ട് IREDA പ്ലാന്റും മെഷീനറിയും ഒന്നും ഈടായിട്ട് എടുത്തില്ല എന്നുള്ളൊരു ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഇത്തരത്തിൽ പ്ലാന്റും മെഷീനറിയും ഈടായിട്ട് എടുക്കാതെ പ്രൊമോട്ടേഴ്സിന്റെ നേരിട്ടുള്ള ആസ്തികൾ കൊളാട്രലായിട്ട് ഈടായിട്ട് എടുക്കുന്ന അവസ്ഥ വരുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്ലാന്റ് മെഷീനറി പ്രൊഡക്ഷൻ സെയിൽസ് ഇവയിലൊന്നും ലെൻഡർക്ക് കടം കൊടുക്കുന്ന ആൾക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥ എത്തുമ്പോഴാണ്. അതാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് ഉള്ള നിക്ഷേപകരെ സംബന്ധിച്ച് സംശയത്തിന് ഇട നൽകുന്ന ഒരു കാര്യമാണ്. പ്രൊമോട്ടേഴ്സിന് സ്വന്തം ഷെയർസ് പ്ലെഡ്ജ് ചെയ്യേണ്ടി വന്നു
കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് പണം കണ്ടെത്താൻ എന്നുള്ളത്. മറ്റൊന്നുള്ളത്, കമ്പനി വളരെ പോസിറ്റീവായിട്ട് ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്ന ഒരു കാര്യം, അടുത്ത ഫേസ് 3 ഫേസ് 4 എക്സ്പാൻഷൻ ഏകദേശം 4 ജിഗാവാട്ടിലേക്ക് ഉയർത്തുന്ന കാര്യം 2027 കൂടിയിട്ട് അത് ഇന്റേണൽ അക്രൽസും വഴിയും അതേപോലെ തന്നെ കടമെടുത്തിട്ടും ആയിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ ഇന്റേണൽ അക്രൽസ്, അതായത് സ്വയമാർജിച്ച ഈ ലാഭം അത് വെച്ചിട്ട് ഇത് ഫണ്ട് ചെയ്യണമെങ്കിൽ എന്തുമാത്രം വേണം എന്നുള്ളതാണ്. നമുക്കറിയുന്ന പോലെ തന്നെ 4 ജിഗാവാട്ട്സിലേക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഏകദേശം 3000 കോടി രൂപയോളം വേണം സാധാരണ എസ്റ്റിമേറ്റ് അനുസരിച്ച്. ഇപ്പോഴത്തെ ക്യാഷ് ഫ്ലോ അനുസരിച്ച് കമ്പനിക്ക് 167 കോടി രൂപ മാത്രമേ ഉള്ളൂ, അതായത് 2025 കണക്കനുസരിച്ച്. അപ്പോൾ ഈ ഒരു വലിയൊരു ഗ്യാപ്പ് ഇത് നമ്മൾ കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം 18 വർഷം വേണം ഇന്റേണൽ അക്കൗണ്ട്സ് മാത്രം വെച്ചിട്ട് ഈ 3000 കോടി രൂപയുടെ ക്യാപെക്സ് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന്റെ ബഹുഭൂരിപക്ഷവും 3000-ൽ നിന്നും 167 കോടി രൂപ കഴിഞ്ഞിട്ടുള്ള 2833 കോടി രൂപയും കടമെടുത്തത് തന്നെ വേണം ചെയ്യാനെന്നർത്ഥം. ഇത്ര വലിയ കടം, പ്രത്യേകിച്ച് പ്രൊമോട്ടർ ഷെയർ ഉൾപ്പെടെ കടമായിട്ട് വാങ്ങിച്ച ഒരു കമ്പനിക്ക് ഇത്ര വലിയൊരു കടം കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ കടമെടുപ്പിന്റെ ചിലവുകൾ, അതായത് ഇൻട്രസ്റ്റ്, തീരെ ചെറുതായിട്ട് ആരും നൽകില്ല. വളരെ ഉയർന്ന പലിശയ്ക്ക് മാത്രമേ കടം നൽകൂ. ഉയർന്ന പലിശയിലെ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടന്നാൽ പോലും, ഈ പ്ലാന്റൊക്കെ കമ്മീഷൻ ചെയ്ത് വന്നാൽ പോലും കാര്യമായിട്ട് ബുക്സിന്റെ അകത്ത് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. പ്രൊമോട്ടർ ഹോൾഡിംഗ് പ്ലഡ്ജ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മാർജിൻ കോൾസ് ആണ്. അതായത് ഈ പണയം വെച്ച ഷെയറുകളുടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഷെയറുകൾ പണയം വെക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ പണമായിട്ട് കൊടുക്കേണ്ടതോ ആയിട്ട് വരും. ഇല്ലെങ്കിൽ പണം കൊടുത്തയാള് ഈട് നൽകിയത് വീണ്ടും വില കുറഞ്ഞു പോകുന്നതിന് മുമ്പ് മാർക്കറ്റ് വാല്യൂവിന് വിൽക്കും. ബാങ്കിൽ സ്വർണം പണയം വെച്ചിട്ട് സ്വർണത്തിന്റെ വില ഇടിയുകയാണെങ്കിൽ തിരിച്ചു വന്ന് പലിശ ഉൾപ്പെടെ കൊടുത്ത് സ്വർണം തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അതിന് സമാനമായിട്ടാണ് സംഭവിക്കുക. സ്വർണത്തിന്റെ കേസിലൊക്കെ ആണെങ്കിൽ എടുത്തത് ലേലത്തിന് വിറ്റിട്ടൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിക്കോളും. പക്ഷെ ഇവിടെ 88% പ്രൊമോട്ടർ സ്റ്റേക്ക് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഈടെടുത്തിട്ട് ഫിനാൻഷ്യർ വിറ്റ് കഴിഞ്ഞാൽ ഉള്ള വിലയും കൂടി ഇല്ലാതെയായി പോവുക എന്നുള്ളതാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് മാർക്കറ്റിലെ സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് പ്രൊമോട്ടർ സ്റ്റേക്ക് പണയം വെച്ച കമ്പനികളെ പലപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കാത്തതോ അല്ലെങ്കിൽ അതിൽ നിക്ഷേപിക്കാൻ വിമുഖത കാണിക്കുകയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചരിത്രം കാണിച്ചു നൽകണം, പണയം വെച്ച ഷെയറിൽ നിന്നുള്ള പണം കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. അദാനിയൊക്കെ അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. അല്ലാത്ത രീതിയിൽ പുതുതായിട്ട് വരുന്ന കമ്പനികൾ, പ്രത്യേകിച്ച് റിന്യൂവബിൾ എനർജി കമ്പനികൾ, വലിയൊരു പരിധി വരെ സീരിയസ് ആയിട്ടുള്ള വലിയ നിക്ഷേപകരുടെ സംശയ ദൃഷ്ടിയോടുകൂടി നോക്കുന്ന ഒരു സെക്ടറുകളിലൊന്നാണ്. അവസാനമായിട്ട് പറഞ്ഞു കൊള്ളട്ടെ, ഈ ഒരു വീഡിയോ എത്ര ദിവസം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ എന്തൊക്കെ ലീഗൽ നോട്ടീസ് കിട്ടുമെന്നോ അറിയില്ല. ഇതിനു മുമ്പ് നമ്മൾ ജെൻസോളിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജെൻസോളിന്റെ ഒരു പ്രൊമോട്ടർ അതിനെതിരെ ഒരു ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പലരും കണ്ടു കാണും. പ്രധാനമായും ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഈ കമ്പനിയുടെ ഷെയർ ഒറ്റ നോട്ടത്തിൽ നമ്പേഴ്സൊക്കെ കാണുമ്പോൾ വളരെ ആകർഷണീയമായി തോന്നുന്നുണ്ടെങ്കിൽ പോലും സീരിയസ് ആയിട്ട് പല നിക്ഷേപകരും ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കാൻ വേണ്ടി വരാത്തത്. കുറച്ച് നമുക്ക് മുമ്പോട്ട് നോക്കി കാണാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ കുറച്ച് കാത്തിരിക്കുന്നതായിരിക്കും നല്ലത്. കലക്കവെള്ളമൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞ് നമ്പേഴ്സൊക്കെ ഒന്ന് ക്ലിയർ ആയി വന്നതിന് ശേഷമായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ അതിനിടയിൽ ഒട്ടേറെ ഓപ്പറേറ്റേഴ്സ് ഈ ഒരു കമ്പനിയുടെ ഷെയർസിൽ വന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള വഴികളൊക്കെ വളരെ കൂടുതലാണ്. മറ്റൊന്നും കൊണ്ടല്ല, പ്രൊമോട്ടർ സ്റ്റേക്കൊക്കെ വളരെ കുറവാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിങ്സ് വളരെ കുറവാണ്, പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഏകദേശം 70% ഉള്ളത്, മാർക്കറ്റ് ക്യാപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ ചെന്ന് തലയിടുന്നതിന് മുമ്പ് 2 തവണ ആലോചിക്കുക. ഇതേ സെക്ടറിൽ തന്നെ ഒട്ടനേകം നല്ല കമ്പനികൾ ഉണ്ട്. ഇന്നത്തെ കാലത്തെ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആർക്കും അപ്പം പോലെ ചുട്ടെടുക്കാമെന്നും ആ അപ്പം പോലെ ചുട്ടെടുത്ത നമ്പേഴ്സ് ആരെക്കൊണ്ടും വിശ്വസിപ്പിക്കാമെന്നുമുള്ള ഒരു ധൈര്യം അത് പല ഓഡിറ്റേഴ്സിനും പല മാനിപ്പുലേറ്റേഴ്സിനും പല പ്രൊമോട്ടേഴ്സിനും ഉണ്ട്. ആത്യന്തികമായി നിക്ഷേപകരുടെ പണം, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം, അതാണ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും മറ്റൊരാളുടെ പോക്കറ്റിലേക്ക് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിക്ഷേപം നടത്തുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് നിങ്ങൾ കാലങ്ങളായിട്ട് വിശ്വാസ്യതയുള്ളതും സോളിഡായിട്ട് ഫ്രീ ക്യാഷ് ഫ്ലോ ഉള്ളതുമായിട്ടുള്ള കമ്പനികൾ അല്ലാത്തവയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് വളരെ അഗാധമായ രീതിയിൽ പഠനം നടത്തി നോക്കുക. ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ നിക്ഷേപിക്കാൻ പോയാൽ മിക്കവാറും നിങ്ങളുടെ പണം മറ്റുള്ളവർ കൊണ്ടുപോകാനുള്ള സാധ്യതയായിരിക്കും വളരെ കൂടുതലുള്ളത്.
ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകാൻ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വേണ്ടി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.